ഇന്ന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷൻ അഥവാ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കും, ഏതാണ് സേഫ് ആയിട്ടുള്ള രീതി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് കുന്നമംഗലം പന്തീർപ്പാടം ISRM സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും ഡോക്ടറുമായ ഡോക്ടർ അജയൻ വർഗീസ് ആണ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഈ ചോദ്യത്തിലെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്റ്റുഡൻസിന്, അതായത് സ്കൂൾ തലത്തിൽ കൊടുക്കേണ്ടതാണോ, അതെയോ പ്രായപൂർത്തിയായവർക്ക് കൊടുക്കേണ്ടതാണോ, അതെയോ വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ക്ലാസ് സംഘടിപ്പിച്ച് നൽകേണ്ടതാണോ, ഇത്തരം കാര്യങ്ങളാണ്. ഇന്ന് മൊത്തം സമൂഹത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത്തരം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഇത് ആടും പശുവും കോഴിയൊക്കെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവർക്കാരും എഡ്യൂക്കേഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റീപ്രൊഡക്ഷൻ മാത്രമല്ല, ആനന്ദം കൂടിയാണ്. അപ്പോൾ അതിൽ ആനന്ദം ഉണ്ടാകുക എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിൽ ബന്ധപ്പെട്ടാണ് കൂടുതൽ ആനന്ദം ഉണ്ടാകുക. അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ, എത്രത്തോളം സമയം വേണം, ഏതെല്ലാം പൊസിഷനിലാണ് അത് ബന്ധപ്പെടേണ്ടത്, അതുപോലെ തന്നെ ആഴ്ചയിൽ എത്ര തവണ ബന്ധപ്പെടാൻ കഴിയും, ഒരു ദിവസം തന്നെ 1-2 തവണ ബന്ധപ്പെടുന്നത് ശരിയാണോ, ഇത്തരം ഒട്ടനവധി സംശയങ്ങൾ ദമ്പതിമാരുടെ ഇടയിലുണ്ട്, ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലും ഇത്തരം കാര്യങ്ങളിൽ ഒത്തിരി സംശയങ്ങളുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം, ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളിൽ തുടങ്ങണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ അത് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ചോദിച്ചാൽ അവിടെ സാമൂഹ്യമായ പ്രശ്നങ്ങളുണ്ട്, മതപരമായ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില രീതിയിൽ പറഞ്ഞാൽ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. എന്നാൽ സെക്സ് എഡ്യൂക്കേഷൻ വേണ്ട രീതിയിൽ നൽകുകയാണെങ്കിൽ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയും. അതിലൂടെ സെക്സ് ഇപ്പോൾ ഏറെക്കുറെ സപ്രസ്ഡ് ആയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ ജീവിച്ചു വന്നിരുന്നത്. അന്ന് സ്കൂളിൽ പോയിട്ട്, അതായത് ഒരു സദസ്സിൽ സെക്സ് എന്നുള്ളത് SC എന്ന് വരെ പറയാനേ പറ്റുള്ളൂ. എക്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടി വാങ്ങുന്ന ഒരു സമയമായിരുന്നു. ഇന്ന് കുട്ടികൾ കുറച്ചുകൂടെ പുരോഗമിച്ചിട്ടുണ്ട്, അവർ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം കൂടുതലും ഈ നീലച്ചിത്രങ്ങൾ മറ്റും വഴിക്കാണ്. അതാകട്ടെ അബദ്ധജടിലവുമാണ്. അത്തരം അബദ്ധജടിലമായ ധാരണകൾ വെച്ച് പുലർത്തുന്നതുകൊണ്ട് അത് വിവാഹമോചനത്തിലേക്ക് വരെ പോകാറുണ്ട്. കാരണം സാധാരണഗതിയിൽ ഇന്ന് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അവരുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ഇങ്ങനെ ഈ മൊബൈൽ ഫോണിൽ കൂടി നീലച്ചിത്രങ്ങൾ വളരെ സുലഭമായി ലഭിക്കുന്നുണ്ട്. ഏത് ഒരു 2 മിനിറ്റ് കൊണ്ട് ഏത് തരത്തിലുള്ള നീലച്ചിത്രങ്ങളിലേക്കും അവർക്ക് പോകാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ നീലച്ചിത്രങ്ങളിൽ പോകുമ്പോൾ അതാണ് ശരി എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉടലെടുക്കുന്നു. അതായത് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ 50 ആൾ ഒരുമിച്ച് ഇടിച്ച് വീഴ്ത്തുന്നത് പോലെ അത് വെറും സിനിമയാണെന്ന് ധരിച്ചാലേ അതിൽ കാര്യമുള്ളൂ. അതിന് പകരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ശരി എന്നുള്ള, അങ്ങനെ കഴിയുമെന്നുള്ള ഒരു മിഥ്യാധാരണയിലേക്ക് ജനങ്ങൾ പോകുന്നുണ്ട്. ഇതേപോലെ തന്നെ കുട്ടികളും സെക്സിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ 1.5 മണിക്കൂറും 2 മണിക്കൂറൊക്കെ ഒരു പുരുഷൻ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതായി കാണാം. ഇതൊരിക്കലും പ്രായോഗികമായ ഒരു കാര്യമല്ല, അതൊരിക്കലും നടക്കുകയുമില്ല. അതുപോലെ തന്നെ ലിംഗത്തിൻ്റെ വലിപ്പം, ഇതൊക്കെ അതിൽ കാണിക്കുന്നതൊക്കെ കുറച്ചൊക്കെ ഫോട്ടോ ടെക്നിക്കാണ്, കുറച്ചൊക്കെ വേറെ ആ രീതിയിലുള്ള ആക്ടർമാരെ സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ്. മാത്രമല്ല പല കാര്യങ്ങളും ബ്ലൂ ഫിലിമിൽ കാണുന്നത് തെറ്റാണ്. അതുകൂടാതെ തന്നെ സമൂഹത്തിൽ ഉതകുന്നതുമല്ല. കാരണം അതിൽ കാണുന്ന ഒട്ടനവധി രീതികൾ, അതിൻ്റെ മെത്തേഡുകൾ പലതും ലൈംഗികതയായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സമൂഹത്തിന് ദോഷം ചെയ്യുന്ന രീതിയിൽ ഉള്ള ഇതാണ്. അത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ് കുട്ടികൾ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് MDMA ആണോ നല്ലത്, കഞ്ചാവാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ കഞ്ചാവാണെന്നേ പറയുള്ളൂ. കഞ്ചാവാണോ ബീഡിയാണോ നല്ലതെന്ന് ചോദിച്ചാൽ ബീഡിയാണെന്നേ പറയുള്ളൂ. ഇനി ബീഡിയാണോ ഇത് വലിക്കാതിരിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ ബീഡി വലിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ താരതമ്യം ചെയ്ത ഒരു കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈ ബ്ലൂ ഫിലിം വഴിക്കൊക്കെ കുട്ടികൾക്ക് ലഭിക്കുന്നത് MDMA പോലെയുള്ള ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതി കൊണ്ട് ദോഷമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ബ്ലൂ ഫിലിം ഒരു MDMA ആണ്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നടത്തുകയാണെങ്കിൽ, അത് സ്കൂളിൽ വേണ്ട രീതിയിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ, അതിനൊരു ഇപ്പോൾ ബയോളജിയൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, സോഷ്യോളജിയൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് പഠിപ്പിക്കാവുന്നേ ഉള്ളൂ. അത് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഭാവിയിലേക്ക് വിവാഹ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയും, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലേക്കാതെ കഴിയും, ഇത്തരം കാര്യങ്ങൾ കഴിയും. അപ്പോൾ ഈ എതിർക്കുന്നവർ
മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിതിനെ കഠിനമായി എതിർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികൾ ബ്ലൂ ഫിലിമിലേക്ക് പോകും. കുട്ടികളെ അതിൽ നിന്ന് തടുത്തു നിർത്താൻ നമുക്ക് കഴിയില്ല. അങ്ങനെ തടുത്തു നിർത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ കുട്ടികൾ ബ്ലൂ ഫിലിമിലേക്ക് പോവുകയും അവർ വഴിതെറ്റി പോകുന്നതുമായിട്ടുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. ഇപ്പോൾ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒട്ടനവധി ലൈംഗിക വൈകൃതങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ ബ്ലൂ ഫിലിമാണ് കാരണക്കാരൻ. അത് പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണത് സംഭവിക്കുന്നത്. ഇനി സെക്സ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കേണ്ട ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ തല പൊക്കിക്കൊണ്ട് മതസംഘടനകൾ വരും, സാമുദായിക പ്രവർത്തകർ വരും, പിന്നെ കുറച്ചൊക്കെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന കുറേ ആൾക്കാർ വരും. ഇവർ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം, കുട്ടികളെ നമ്മൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ നൽകാത്തത് കൊണ്ട് വഴിതെറ്റിക്കുകയാണെന്നുള്ളതാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. വിവാഹം കഴിഞ്ഞ വ്യക്തികൾക്ക്, എൻ്റെ അഭിപ്രായത്തിൽ വിവാഹം കഴിഞ്ഞ വ്യക്തികൾക്ക് ശരിയായ സെക്സ് എഡ്യൂക്കേഷൻ നൽകേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വജൈനസ്മസ് ഉണ്ടെന്നിരിക്കട്ടെ, അതായത് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഭയപ്പാടുണ്ടെന്നിരിക്കട്ടെ. അത്തരം ഭയപ്പാട് എന്താണെന്നും അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും അതിനുള്ള ചികിത്സ എവിടെയാണ് നടത്തേണ്ടതെന്നും നമുക്ക് ബോധവൽക്കരണം വഴി നടത്തുവാൻ കഴിയും. ഇതൊന്നും ലഭിക്കാതെ അവരിങ്ങനെ 8-10 വർഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ വിമിഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എന്തായാലും ശരി സമൂഹത്തിൽ ആവശ്യമാണ്. എന്താണ് ലൈംഗിക പ്രശ്നങ്ങൾ, അതായത് ലൈംഗിക ശേഷിക്കുറവ് എന്താണ്, ശീഘ്രസ്ഖലനം എന്താണ്, താല്പര്യമില്ലായ്മ എന്താണ്, അതുപോലെ ഹോമോസെക്ഷുവാലിറ്റി എന്താണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഹോമോസെക്ഷലായിട്ടുള്ള ഒരു വ്യക്തിയെ നിർബന്ധിച്ച് പിടിച്ച് കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം കല്യാണം കഴിക്കും, പക്ഷെ അദ്ദേഹത്തിന് ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. സ്ത്രീകളുടെ രീതി അങ്ങനെ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലെസ്ബിയൻ ട്രെൻഡ് ഉണ്ടെങ്കിൽ അവർക്ക് ഭർത്താവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. അത് അവർക്ക് ആ ബോധവൽക്കരണം നൽകുകയും അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിവാഹത്തിന് ഈ രീതിയിലുള്ള വിവാഹം നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളത് അവർക്കും മനസ്സിലാക്കി കൊടുക്കുക, കുടുംബത്തിനും മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അവർ അവരുടേതായ വഴിക്ക് ജീവിച്ചോളും. അപ്പോഴും ഈ മതപരമായ കാഴ്ചപ്പാടുകളും സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടുകളും നമ്മുടെ പഴഞ്ചൻ ധാരണകളും ഇതിനെ വല്ലാതെ സ്വാധീനിക്കും. അതിനെതിര് പറയാനുണ്ടാവും. പക്ഷെ അവരെ വിവാഹം കഴിപ്പിച്ചിട്ട് മറ്റൊരു വ്യക്തിയുടെ, അതായത് ഹോമോസെക്ഷലായിട്ടുള്ളൊരു പുരുഷനെ വിവാഹം കഴിപ്പിച്ച് ഒരു സ്ത്രീയുടെ ജീവിതം തകർക്കുന്നതിനേക്കാളും നല്ലതല്ലേ അതെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ സെക്സ് എഡ്യൂക്കേഷൻ സയൻറ്റിഫിക്കായിട്ട് നടത്തുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. നല്ല കുടുംബ ബന്ധം അല്ലെങ്കിൽ കുടുംബജീവിതം പടുത്തുവരുത്താൻ കഴിയുന്ന ഒന്നാണ്. ഡോക്ടർ, ഇപ്പോൾ പല രക്ഷിതാക്കളും പേടിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ കുട്ടി സ്വയംഭോഗം ചെയ്യുന്നുണ്ട്, എൻ്റെ കുട്ടി ഇതിൽ ഭയങ്കര അഡിക്റ്റഡ് ആണോ എന്നുള്ളത്. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വയംഭോഗം നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അത്രയൊരു ചോദ്യം തന്നെ ഒരു അടിസ്ഥാനം ഇല്ലാത്തതാണ്. കുട്ടികൾ സ്വയംഭോഗം ചെയ്യണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രോയിഡിൻ്റെ തിയറി വരുമ്പോൾ 3 വയസ്സ് മുതൽ 6 വയസ്സുള്ളവരെ കുട്ടികൾ ഫാലിക് സ്റ്റേജിൽ എപ്പോഴും സ്വയംഭോഗം ചെയ്യുന്നതായി കാണാം. ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവരുടെ ജനനേന്ദ്രിയങ്ങൾ കൈപിടിച്ച് തിരുമ്മിക്കൊണ്ടിരിക്കുക, അതിൽ എപ്പോഴും സ്പർശിച്ചുകൊണ്ടിരിക്കുക, ഇത്തരം കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഫാലിക് സ്റ്റേജിൽ ഇതിൽ സ്വയംഭോഗം എന്ന് പറയുന്നതിന് നമ്മൾ എല്ലാ രീതിയിലും പെടുത്തുമ്പോൾ അവിടെ വെച്ച് അത് തുടങ്ങുന്നുണ്ട്. പിന്നെ ഒരു 6 വയസ്സ് മുതൽ ഒരു 12 വയസ്സുള്ളവർ ഇതിന് കുറച്ച് ശമനം വരുന്നുണ്ട്. അവർ ആ ഓറിയൻറ്റേഷൻ അതിനകത്ത് ചെറുതായിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം 12-13 വയസ്സാകുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർക്ക് ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉടലെടുക്കുകയും അവരറിയാതെ തന്നെ, അവർ ബോധപൂർവമല്ല ചെയ്യുന്നത്, അവരുടെ ലിംഗത്തിലേക്കോ അല്ലെങ്കിൽ യോനിയിലേക്കോ കൈവിരലുകൾ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ കൊണ്ട് അവരതിനനുസരിച്ച് സ്വയംഭോഗം ചെയ്യുന്നതായും കാണാം. ഇതിനെ നമ്മളൊരു തെറ്റായി കാണുമ്പോഴോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായി കാണുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാൽ എവിടെയാണ് ഇതിനകത്ത് നിയന്ത്രണം വേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കുട്ടികൾ ഈ ഫാലിക് സ്റ്റേജിൽ ആ പ്രായത്തിൽ സ്വയംഭോഗത്തിലേക്ക് ഏർപ്പെടാറുണ്ട്. അങ്ങനെ സ്വയംഭോഗത്തിലേക്ക് ഏർപ്പെടുന്ന കുട്ടികളെ നമ്മൾ പിടിച്ച് അടിക്കുക, ശിക്ഷിക്കുക. ഇനി അവർ ആ പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ചിലപ്പോൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും പരസ്പരം ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും ഒക്കെ കാണാം. ഇതിനൊക്കെ നമ്മൾ കഴിയുന്നതും സാഹചര്യങ്ങൾ ആ രീതിയിൽ ഉണ്ടാക്കാതെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് വിപരീത ഫലമേ ഉണ്ടാക്കുകയുള്ളൂ. ഇനി 12-13 വയസ്സായി കഴിഞ്ഞാൽ ഹോർമോണൽ സർജ് വരികയായി. അങ്ങനെ ഹോർമോണൽ സർജ് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ സ്വയംഭോഗത്തിലേക്ക് വരണം. ഈ സ്വയംഭോഗമാണ് ശരിക്കും അവരുടെ ലൈംഗികത വളരുവാൻ ഉതകുന്നത്. അതിൽ സ്വയംഭോഗം ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. ഇനി അതിൽ വരുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഈ 13 വയസ്സായ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോണോ വല്ലതും കിട്ടിയാൽ, ഞാൻ ഇതിനു മുമ്പൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നീലച്ചിത്രങ്ങളിലേക്ക് ആ കുട്ടികൾ പോവുകയും അത് അവരെ സ്വാധീനിക്കുകയും അതിനോടനുബന്ധിച്ച് സ്വയംഭോഗം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ
ശരിയായ ലൈംഗിക ബന്ധം അവർക്ക് സാധിക്കാതെ വരും. എന്നുപറഞ്ഞാൽ അവർ വിവാഹശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇത്തരം സ്റ്റിമുലേഷൻ അല്ലാതെ അവരുടെ മുമ്പിൽ നിൽക്കുന്ന ആ പെൺകുട്ടി, അതായത് ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ പുരുഷൻ, അവരെ കൊണ്ട് ഇവർക്ക് യാതൊരു ലൈംഗിക ഉത്തേജനം ഉണ്ടാകുകയില്ല. സാധാരണ ഇതിലൊരു സ്ത്രീ തുണി അഴിച്ചിട്ട് അവിടെ നിന്നാൽ പോലും അവരെ സംബന്ധിച്ച് അതിലും കൂടുതൽ അവരുടെ മനസ്സിൽ പതിയുന്നത് ബ്ലൂ ഫിലിമിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അത് മാറ്റിയെടുക്കുവാൻ അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ പോകുന്നുണ്ടോ, അവർ മൊബൈൽ ഫോണിൽ പോകുന്ന ഹിസ്റ്ററി ഏതൊക്കെയാണ്, അതൊക്കെ നോക്കി കുട്ടി ഏതൊക്കെ വഴിക്കാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ രക്ഷിതാക്കൾ തയ്യാറാകണം. മാത്രമല്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇതൊരു സെൻസിറ്റീവ് ഏരിയ ആണ്. നീ ബ്ലൂ ഫിലിം കണ്ടോടാന്ന് ചോദിച്ചിട്ട് രണ്ട് അടി കൊടുക്കുന്ന ഒരു ഇടപാടാകരുത്. അത് ആ രീതിയിൽ കുട്ടിയെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ നൽകുന്നവരോ സെക്സോളജിസ്റ്റിൻ്റെയോ അടുക്കെ കൊണ്ടുപോയി ആ രീതിയിൽ മാറ്റം വരുത്തേണ്ട കേസാണെങ്കിൽ വരുത്തണം. ഇല്ലെങ്കിൽ കഴിയുന്ന മാത്രം അവസരങ്ങൾ നമ്മൾ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കണം. അതാണ് അതിനകത്ത് വേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറ്റവും ശിക്ഷയും എന്നുള്ള ലൈനിൽ ഇതൊരു തെറ്റായി നമ്മൾ കരുതുന്നു. നമ്മൾ നമ്മുടെ പ്രായത്തിലേക്ക് പോകണം. ഈ പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തോ അതിൻ്റെ ഒരു 2 ഇരട്ടിയെങ്കിലും ഇന്നത്തെ തലമുറ ചെയ്യും. അങ്ങനെയാണ് തലമുറകളുടെ മാറ്റം വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതിനെ തെറ്റായിട്ടല്ല കാണേണ്ടത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാം, അച്ഛനും അമ്മയും ബ്ലൂ ഫിലിം കണ്ടിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇതിൻ്റെ ഹിസ്റ്ററി അവിടെ കിടപ്പുണ്ട്, ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടും. അവർ ആ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ സ്വയംഭോഗം എന്നത് ആദ്യം തന്നെ ഒരു തെറ്റായതാണെന്നും ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണെന്നുള്ള ധാരണ ആദ്യം മാറ്റുക. ലൈംഗികത വേണ്ട രീതിയിൽ വളരുവാനും മുന്നോട്ട് പോകുവാനും ലൈംഗികമായിട്ടുള്ള ഒരു ധാരണകൾ ഉടലെടുക്കുവാനും ശരീരത്തിന് ലൈംഗികമായിട്ടുള്ള വളർച്ച ഉണ്ടാകുവാനും സ്വയംഭോഗം വളരെ നല്ലതാണ്. അത് ചെയ്യുക തന്നെ വേണം. ഇനി ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഈ ബ്ലൂ ഫിലിം പോലെയുള്ള അതായിരിക്കരുത് അതിൻ്റെ സ്റ്റിമുലേഷൻ. മനോരാജ്യത്തിൽ കൂടെ ഫാൻറ്റസി കൂടെ അത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഡോക്ടറെ, അപ്പോൾ ഈ കുട്ടികളിലുള്ള പോൺ അഡിക്ഷൻ അത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? കണ്ടെത്തിയാൽ തന്നെ അതെങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? അല്ല, കുട്ടികളിലുള്ള പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രൂപത്തിലല്ലെങ്കിൽ ഒരു രൂപത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പ്രായപൂർത്തിയായ കുട്ടികളാണല്ലോ. സാധാരണ ഒരു 10, 12, 13 വയസ്സിന് മേലോട്ടുള്ള കുട്ടികളാണ് പോൺ അഡിക്ഷനിലേക്ക് പോകാറുള്ളത്. വളരെ അപൂർവമായി ഞങ്ങളുടെ അടുക്കൽ 8 വയസ്സായ ഒരു പെൺകുട്ടി പോൺ അഡിക്ഷനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായാലും രക്ഷിതാക്കളുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് ആ രീതിയിൽ വീണ്ടും കുട്ടി ഇത് കണ്ട് സ്വയംഭോഗം ചെയ്യുകയും മറ്റും ചെയ്യുന്ന ഒരവസ്ഥയിലുണ്ടായിരുന്നു. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോൺ അഡിക്ഷൻ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സൃഷ്ടിക്കുന്ന സാഹചര്യം എന്താണെന്ന് നോക്കണം. കുട്ടികൾ എന്തായാലും 10, 12, 13 വയസ്സായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ മൊബൈൽ ഫോണുകൾ കയ്യിലേക്ക് കൊടുത്ത് അവർക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ അനുവാദം നൽകാതിരിക്കുക. പിന്നെ അവർ നോക്കുന്ന ഫോണിൽ ഏതാണ് അവരുടെ ഹിസ്റ്ററി നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ രീതിയിൽ കുട്ടിയുടെ പഠിത്തത്തിനെ ഇത് ബാധിക്കുന്നുണ്ടോ, കുട്ടിയുടെ സ്വഭാവ രീതിയെ ബാധിക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മൊബൈൽ ബാത്റൂമിൽ പോവുകയാണെങ്കിൽ കുട്ടികൾ എത്രത്തോളം ബാത്റൂമിൽ എത്ര സമയം ചിലവഴിക്കുന്നുണ്ട്. ചില കുട്ടികൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ബാത്റൂമിൽ ചിലവഴിക്കുന്നുണ്ട്. ഈ കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും അതിൻ്റെ ഒരു ഇത് വരുന്നില്ല. അവരെ സംബന്ധിച്ചുള്ളത് അവർ ആ രീതിയിൽ സ്വയംഭോഗത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോവുകയാണോ എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കുട്ടിയോട് നേരിട്ട് ചോദിച്ച് നീ സ്വയംഭോഗം ചെയ്യുകയാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. അത് മാത്രമല്ല അത് ദോഷമേ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു കുട്ടിയോട്ട് സമ്മതിക്കാനും പോലുള്ള മറ്റു രീതിയിൽ കുട്ടിയുടെ പഠനത്തെ അത് ബാധിക്കും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും, ജീവിത രീതിയെ ബാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാനും ഇതാണെന്നൊരു സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണറെ കണ്ട് ആ രീതിയിലുള്ള കൗൺസിലിംഗ്, അത് ചൈൽഡ് സ്പെഷ്യലിസ്റ്റും അതിനകത്ത് ആവശ്യമാണ്. അങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിലുള്ളത് കുറ്റവിചാരണ നടത്തിയല്ല വേണ്ടത്. പിന്നെ അവസരങ്ങൾ നാം തന്നെ രക്ഷിതാക്കൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതിനിടവരുത്താതെ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പിന്നെ മൊബൈൽ ഫോൺ എൻ്റെ അഭിപ്രായത്തിൽ പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികൾക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ കൊടുക്കാവുള്ളൂ. അത് വളരെ അപകടം പിടിച്ചൊരു സാധനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോംബ് തന്നെയാണ്. ഈ പോൺ അഡിക്ഷനൊക്കെ നമുക്ക് കൗൺസിലിങ്ങിലൂടെ ഏറെക്കുറെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമോ? ഒരു പരിധി വരെ. മറ്റത് ബിഹേവിയറൽ ചേഞ്ചസ്, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുക ഇങ്ങനെയൊക്കെ. മാത്രമല്ല ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കാര്യങ്ങൾക്കായിട്ട് ഒരു ഡോക്ടറെ അടുക്ക കൊണ്ടുവരുമ്പോൾ അവനൊരു പ്രതിയായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതാദ്യം മാറ്റണം. ആ പ്രതിയായി ചികിത്സിക്കുക, അതായത് കൺസിഡർ ചെയ്യുന്ന അവസ്ഥ മാറ്റുകയാണെങ്കിൽ തന്നെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഡോക്ടറെ, ഇന്ന് കൗമാരപ്രായക്കാരിൽ വിവാഹത്തിന് മുമ്പ് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ടും ഗുണമാണോ ദോഷമാണോ ചെയ്യുക? ഈ ചോദ്യത്തിന്
ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഗുണം തന്നെയാണ്. അതിപ്പോൾ ദോഷമാണോ ഗുണമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഏത് രീതിയിൽ ഞാൻ ഉത്തരം പറയണമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതൊരു തെറ്റാണെന്നോ കുറ്റമാണെന്നോ പറയാൻ ഞാൻ ആളല്ല. എന്നിരുന്നാലും വിവാഹം കഴിയുന്നതിന് മുമ്പ് ഇന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ എണ്ണം വളരെ വളരെ കൂടിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ലിവിങ് ടുഗദർ പോലെ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഒരു പ്രായപരിധി ഇതിന് നിശ്ചയിക്കണ്ടേ എന്ന് ചോദിച്ചാൽ പ്രായപരിധി നിശ്ചയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണദോഷ വശങ്ങൾ ഭാവിയിൽ എന്തായിത്തീരുമെന്നുള്ളതിനെക്കുറിച്ച് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ തന്നെ അല്ല വിവാഹം കഴിക്കുന്നെങ്കിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാകാം. ഇനി അതല്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് ശാരീരികമായ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ബന്ധം ആരുമായിട്ട് ഇടപെടുന്നു എന്നുള്ളത്. സാധാരണഗതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവരുടെ സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് എന്ന ലെവലിലാണെങ്കിൽ അതിന് നമ്മൾ തിരുത്താൻ ഈ കാലഘട്ടത്തിൽ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വല്ലതും ശ്രമിക്കുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ അബദ്ധത്തിലേക്കേ പോവുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഈ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കൊമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സ്, അതായത് വേശ്യാലയം അങ്ങനെയുള്ള കാര്യങ്ങളിലും ആ രീതിയിലുള്ള ഇതിൽ പോകുന്നത് വളരെയധികം അപകടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകി ആ രീതിയിൽ പോകരുതെന്നുള്ളതും അത്തരം രോഗങ്ങൾ പ്രത്യേകിച്ച് സിബിലിസ്, ഗുണേറിയ, എയ്ഡ്സ് അങ്ങനെയുള്ള രോഗങ്ങളും മറ്റ് വൈറൽ അസുഖങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ വിവാഹം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയല്ല. അതേസമയത്ത് വ്യക്തിക്കൊരു നിലനിൽപ്പ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സമൂഹം സുരക്ഷിതമായിരിക്കണം. അവിടെയാണ് വിവാഹത്തിൻ്റെ പ്രസക്തി കിടക്കുന്നത്. വിവാഹം കഴിക്കാതെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ ഒരു ഉത്തരം പറയാൻ ശരിക്കും പറഞ്ഞാൽ ഏത് രീതിയിൽ ബയോളജിക്കലി പറയുകയാണെങ്കിൽ ഞാനതിനകത്ത് ഉത്തരം പറയുമ്പോൾ വിവാഹം കഴിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമ്മുടെ നിയമങ്ങളും മറ്റ് വ്യവസ്ഥകളും നമ്മൾ പാലിച്ചേ തീരുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് നല്ലതെന്ന് മാത്രം പറയാൻ എനിക്ക് കഴിയും. എന്നാൽ ഇന്നിപ്പോൾ മന്ത്രിയുമായിട്ട് MLA ആവട്ടെ എല്ലാവരും പല രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് കഴിഞ്ഞിട്ട് അവർ മറ്റ് എതിർ പാർട്ടികളെ മാത്രം കുറ്റം പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതായത് നിയമം മാറ്റിയെടുക്കേണ്ട അവർ ഇതിന് ശ്രമിക്കാതെ അവരവരുടെ ഇഷ്ടത്തിന് നടക്കുകയും ജനങ്ങളെല്ലാം ഈ നിയമം പാലിച്ചോളണമെന്ന് പറയുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകുന്നത്. പിന്നെ എത്രത്തോളം നേരത്തെ വിവാഹം കഴിക്കുന്നോ അത്രത്തോളം നല്ലതാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉടലെടുക്കുന്നുണ്ട്. വിവാഹത്തിനും അതിൻ്റേതായ ഒരു പക്വതയും പ്രായമൊക്കെ വരേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. എന്നാൽ മതപരമായിട്ടുള്ള ചില വ്യവസ്ഥകളിൽ ചിലർ വിവാഹപ്രായം വളരെയധികം കുറഞ്ഞ പ്രായമാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏത് തലത്തിൽ നാം ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ്. എന്തായാലും വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അതേസമയത്ത് അത് നല്ല ലൈംഗിക ബന്ധമല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മറ്റ് കൊമേഴ്ഷ്യൽ സെക്സ് വർക്കറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടീമിൻ്റെ അടുക്ക പോയിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അത് അബദ്ധം പിടിച്ച ഒരവസ്ഥ തന്നെയാണ്. ചില വ്യക്തികൾ, അതായത് ചില കൂട്ടുകാർക്കോടെ കൂടിയിട്ട് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയും നിനക്കിതിനൊക്കെ കഴിവുണ്ടോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നല്ലതാണെന്ന്. അത്രയും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമല്ല ഇത്. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ചിലപ്പോൾ ചില ഇത്തരം സെൻറ്ററുകളിൽ കൊണ്ടുപോകാറുണ്ട്. ഇത്തരം കൊമേഴ്ഷ്യൽ സെക്സ് വർക്കറിൻ്റെ അടുക്കൽ കൂട്ടുകാർ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. അത് പരിപൂർണമായിട്ടും അപകടം പിടിച്ചു എന്നാണ്. അത്തരം അപകടങ്ങളിൽ കൂടെ ആ വ്യക്തിക്ക് ലൈംഗിക രോഗം പിടിപെടാനുള്ള അവസ്ഥ ഉണ്ടാവും. മാത്രമല്ല ഇത്തരം സ്ത്രീകൾ സാധാരണ ചെയ്യുന്നത് ലൈംഗിക ബന്ധത്തിൽ ഈ ആദ്യമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയോട് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞു കൊടുക്കും. ഒന്നിൽ ലിംഗത്തിന് നീളം പോരാ, അല്ലെങ്കിൽ വണ്ണം പോരാ, അല്ലെങ്കിൽ ഇതിന് ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, ആ രീതിയിൽ ഒരു പുരുഷനെ ഇൻസൾട്ട് ചെയ്യുന്ന പ്രവണതയാണ് അവർക്കുള്ളത്. ആ പ്രവണത ഇദ്ദേഹത്തിനൊരു മാനസികമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള കഴിവും കൂടെ ഇല്ലാണ്ടാക്കിയെടുക്കാൻ അത്തരം സ്ത്രീകൾക്ക് കഴിയുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ടും ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് ലൈംഗികത ഇല്ലാണ്ടാക്കുന്നതിന് അത് ഉപകരിക്കുകയുള്ളൂ.
ഡോക്ടറെ, ഇപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യങ്ങളാണ് ഈ ആദ്യമായിട്ട് നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? സ്വാഭാവികമായിട്ട് ആദ്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും ചിലർക്കൊരു ധാരണയുണ്ട് ഉടനടി പെനിട്രേറ്റീവ് സെക്സിലേക്ക് പോകണമെന്നുള്ളത്. പെനിട്രേറ്റീവ് സെക്സിലേക്ക്, അതായത് ലിംഗം യോനിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ലൈംഗിക ബന്ധത്തിലേക്ക് ആദ്യം പോകേണ്ട കാര്യമില്ല. ആദ്യത്തെ ദിവസം തന്നെ പോകാൻ കഴിയും. അതിനു മുമ്പ് മതിയായ ഫോർപ്ലേ ചെയ്ത്, അതായത് രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്ന, ഒരു ഇൻറ്റിമസി വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നല്ലതാണ്. ലൈംഗിക ബന്ധത്തിൽ ആദ്യമായിട്ട് ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ചിലർക്ക്, പുരുഷനാണെങ്കിൽ പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാവാം, സ്ത്രീക്കാണെങ്കിലും അതുപോലെ തന്നെ ഭയപ്പാടുണ്ടാകാം, യോനിയിലേക്ക് ലിംഗം കിടക്കുമ്പോൾ വേദന ഉണ്ടാകുമോ, രക്തം വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാകാം. ഇതൊക്കെ പരിഹരിക്കുവാൻ ഒരു പരിധിവരെ ഫിംഗറിങ്ങും അതുപോലെ തന്നെ മ്യൂച്വൽ മാസ്റ്റർബേഷനും നടത്തുന്നത് നന്നായിരിക്കും. അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും അവർക്ക് അവരുടേതായ രീതിക്ക് അനുസരിച്ച് ചെയ്യാം. അതിനുശേഷം പെനിട്രേറ്റീവ് സെക്സിലേക്ക് പോകുന്നതാണ് നല്ലത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ലെങ്കിൽ കൂടി സാധാരണ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ പരസ്പരം സംസാരിച്ച് കഴിഞ്ഞിട്ട് നൺ സെക്ഷുവലായിട്ടുള്ള ശരീരഭാഗങ്ങളിൽ ടച്ച് ചെയ്യുക, അതിനുശേഷം സെക്ഷുവലായിട്ടുള്ള ശരീരഭാഗങ്ങളിലേക്ക് ടച്ച് ചെയ്യുക, അതിനുശേഷം ഫിംഗറിങ് അതുപോലെ തന്നെ മ്യൂച്വൽ മാസ്റ്റർബേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക, ഇതിന് ശേഷം പെനിട്രേറ്റീവ് സെക്സിലേക്ക് പോവുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ അഭിപ്രായത്തിൽ എന്നാണെന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം ഉടനടി തന്നെ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ യോനിയിൽ മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട്, വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാചകക്കാരുടെ ഇടയിലൊരു ചൊല്ലുണ്ട്, ദോശ കല്ല് ചൂടായിരിക്കുമ്പോഴേ മാവ് കോരി ഒഴിക്കാവുള്ളൂ. അതേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ. അത് കല്ല് ചൂടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഫോർപ്ലേ വഴിക്ക് രണ്ടുപേരും ലൈംഗിക ബന്ധത്തിന് തയ്യാറാകണം. അല്ലാണ്ട് ഒരു സ്ത്രീ ലൈംഗിക ബന്ധത്തിന് തയ്യാറാവുന്നതിന് മുമ്പ് തന്നെ പെനിട്രേറ്റീവ് സെക്സിലേക്ക് പോയാൽ അത് വേദനാജനകമായിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്രത്തോളം ഫോർപ്ലേ ചെയ്യാവോ, എത്രത്തോളം പരസ്പരം അതായത് സ്റ്റിമുലേറ്റ് ചെയ്യാവോ അതൊക്കെ കഴിഞ്ഞിട്ട് പെനിട്രേറ്റീവ് സെക്സിലേക്ക് പോവുക. പിന്നെ പെനിട്രേറ്റീവ് സെക്സ് ഫസ്റ്റ് ഡേയിൽ തന്നെ നടത്തിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ചില പെൺകുട്ടികൾക്കൊരു ധാരണയുണ്ട്, എനിക്ക് കല്യാണം കഴിയുന്ന ആദ്യ രാത്രി തന്നെ കന്യാചർമ്മം പൊട്ടി രക്തം പുറത്തേക്ക് വരണം. ഈ കന്യാചർമ്മമൊക്കെ പൊട്ടുന്നത് വളരെ ഒരു 10-20% സ്ത്രീകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അത് അങ്ങനെ പൊട്ടിക്കൊള്ളണമെന്നേ ഇല്ല. പിന്നെ അതുപോലെ തന്നെ സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വയംഭോഗം ചെയ്യുമ്പോഴും മറ്റു രീതിയിലും കന്യാചർമ്മം പൊട്ടിപ്പോയിട്ടും ഉണ്ടാവും. അതിൻ്റെ അർത്ഥം കന്യാത്വമില്ലെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ലൈംഗിക ബന്ധം ആദ്യമായിട്ട് ഏർപ്പെടുമ്പോൾ രണ്ടു കൂട്ടർക്കും ഒരു ഭയപ്പാടുണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ആ ഭയപ്പാടില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ പരിപൂർണമായിട്ടുള്ള ആസ്വാദനം ലഭിക്കും. അപ്പോൾ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അതായത് ബലക്കുറവുണ്ടോ, സമയക്കുറവുണ്ടോ, ഇനി ലൂബ്രിക്കേഷൻ വരാതെ വന്നോ, വേദനാജനകമായിരുന്നോ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സെക്സോളജിസ്റ്റിനെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് അത് വരുന്നതാണ് നല്ലത്. സാർ, ഇപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പലർക്കും ഉള്ള സംശയങ്ങളാണ് മികച്ച ഗർഭനിരോധന മാർഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അല്ല, അതിപ്പോൾ കുട്ടികൾ ഉണ്ടാകാതിരിക്കണമെങ്കിലാണല്ലോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഗർഭനിരോധന മാർഗത്തിലേക്ക് ഏർപ്പെടേണ്ടത്. അങ്ങനെ ഗർഭനിരോധന മാർഗങ്ങളിൽ ടെമ്പററി ആയിട്ടുണ്ടെങ്കിൽ കോണ്ടംസ് നല്ലതാണ്. അതുപോലെ സ്ത്രീകൾക്കും അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫീമെയിൽ കോണ്ടം ലഭ്യമാണ്. ഇനി അത് മാത്രമല്ല മറ്റ് ലൈംഗിക അസുഖങ്ങൾ പകരാതിരിക്കാനും അത് ഉപകരിക്കാറുണ്ട്. ഇനി സ്ഥിരമായിട്ടുള്ളൊരു ഏർപ്പാടാണെങ്കിൽ കോപ്പറേറ്റീവ് നല്ലതാണ്. അതുപോലെ പിന്നെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ PPS, അതെന്ന് പറഞ്ഞാൽ പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷനും, അതായത് അവരുടെ ഫാലോപ്പിൻ ട്യൂബ് കട്ട് ചെയ്ത് കളയുന്നത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം വാസക്ടമിയും നല്ലതാണ്. പിന്നെ ഇത് കൂടാതെ സാധാരണ രീതിയിൽ ടെമ്പററി ആയിട്ടുള്ള ഇതിൽ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കണം, ആർത്തവ ചക്രത്തിൽ അതിൻ്റെ നടുക്ക് വെച്ചാണ് അണ്ടമുണ്ടാകുന്നത്. അതുകൊണ്ട് സാധാരണ രീതിയിൽ രക്തം കാണുന്ന ദിവസം മുതൽ ഒരു 10 ദിവസം വരെ സേഫാണ്. അതിനുശേഷം 10 മുതൽ 20 വരെ സേഫല്ല, കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 20 മുതൽ അടുത്ത പീരീഡ് വരെ സേഫാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൈയും കാലും വെച്ചൊരു കുട്ടി പുറത്തേക്ക് വരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് ആ കണക്ക് കറക്റ്റായിട്ട് വേണം. 28 ദിവസമാണ് ആർത്തവ ചക്രമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല, അതങ്ങനെ പോകും. അതേസമയത്ത് 28 അല്ല 30-35 ഒക്കെയാണ് ഈ കണക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ടെമ്പററിക്ക് കോണ്ടം ഉപയോഗിക്കുക, പെർമനൻ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള PPS അതുപോലെ തന്നെ
വാസക്ടമി അത്തരം മാർഗങ്ങളിലേക്ക് പോവുക. ഇനിയും ഒരു കുട്ടി വേണമെന്നുള്ള ആഗ്രഹത്തിലാണെങ്കിൽ നമ്മളൊരു 5 വർഷത്തേക്കൊക്കെ കോപ്പർട്ടി ഇടുന്നതിലും തെറ്റില്ല. ഇതാണ് അതിനകത്ത് ഗർഭനിരോധന മാർഗങ്ങൾ. സെക്സ് എഡ്യൂക്കേഷൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട രീതികളും ഒക്കെ സാറ് നമുക്കിന്ന് പറഞ്ഞു തന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്